ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്ന് പകൽ മുഴുവനും ഒരേ ഒരു ചർച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെഞ്ഞാറമ്മൂട് നടന്ന കൂട്ടക്കൊല. ഇപ്പോഴും എന്തിനാണ് ഈ പ്രതി ഇത്രയും പേരെ കൊലപ്പെടുത്തിയതെന്നുള്ളതിന് കൃത്യമായ ഉത്തരം കിട്ടിയില്ല. പല ഊഹാപോഹങ്ങളും ഗസിങ്ങും ഒക്കെ കേരളത്തിൽ നടക്കുകയാണ്. പക്ഷേ ഒന്നുണ്ട്, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ യുവതലമുറ ലഹരിക്ക് അടിമയാകുന്നത് കൊണ്ട് ദുരന്തഫലങ്ങൾ ഒരുപാടുണ്ടാകുന്നു. അതിൽ ആർക്കും വ്യത്യസ്തമായ അഭിപ്രായമില്ല. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം പ്രൈം ടൈമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലയിൽ ജീവൻ നഷ്ടമായ 5 പേർക്കുമെന്ന് നാട് കണ്ണീരോടെ വിട നൽകി. നിങ്ങൾ ആ ദൃശ്യങ്ങൾ 24-ൽ കണ്ടതാണ്. കൊല്ലപ്പെട്ട 4 പേരുടെ മൃതദേഹം താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലും ഫർസാനയെ ചിറയൻകീഴ് കാട്ടുമുറാക്കാൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലും മറവ് ചെയ്തു. ബന്ധുക്കളും നാട്ടുകാരുമടക്കം 100 കണക്കിന് ആളുകൾ അന്ത്യയാത്രാമൊഴി നൽകി. നാട് കണ്ണീരിലായി. മരണത്തിലേക്ക് വീഴുമ്പോൾ പോലും അഫ്സാന് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല തന്നെ ചുറ്റിക കൊണ്ടടിച്ചത് പ്രിയപ്പെട്ട ജ്യേഷ്ഠനാണെന്ന്. തൊട്ടു മുമ്പും അഫാനോട് ചേർന്നിരുന്ന കുഞ്ഞനുജനാണ്. അഫ്സാന്റെ ചിരിക്കുന്ന മുഖം നാടിനാകെ നൊമ്പരമായി. പേരുമല ജംഗ്ഷനിൽ പൊതുദർശനത്തിൽ 100 കണക്കിന് ആളുകളാണ് അഫ്സാന് വിട ചൊല്ലാനെത്തിയത്. ക്രൂരത നിറഞ്ഞ മനസ്സുമായാണ് അഫാൻ തന്നെ വിളിച്ചു വരുത്തിയതെന്ന് തലയോട്ടി പൊട്ടുമ്പോഴും ഫർസാനയും കരുതി കാണില്ല. ആ മുഖമൊന്നു നോക്കാനാവാതെ വിങ്ങിപ്പൊട്ടുകയായിരുന്നു ഇന്ന് ഫർസാനയുടെ പ്രിയപ്പെട്ടവർ. ക്രൂരതയ്ക്ക് അഫാൻ തന്റെ മനസ്സൊരുക്കുമ്പോഴെല്ലാം അയാളോട് വാത്സല്യമായിരുന്നിരിക്കും ബാപ്പുമ്മ സൽമാ ബീവിക്കും പിതൃസഹോദരൻ ലത്തീഫിനും സാജിദ ബീഗത്തിനും. പാങ്ങോട് ജുമാ മസ്ജിദ് മദ്രസയിലെ പൊതുദർശനം നൊമ്പര കാഴ്ചയായി. ചിറയൻകീഴ് കാട്ടുമുറാക്കൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഫർസാനയെ ഖബറടക്കിയത്. താഴെ പാങ്ങോട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് മറ്റ് 4 പേർക്കും അന്ത്യവിശ്രമം. 24 തിരുവനന്തപുരം. വെഞ്ഞാറമ്മൂട് കൊലപാതക പരമ്പരയുടെ കാരണം ഇപ്പോഴും പോലീസ് തേടുകയാണ്. പ്രതി അഫാന് ആർഭാട ജീവിതത്തിന് പണം ലഭിക്കാത്തതിനെ തുടർന്നുള്ള വൈരാഗ്യമാണ് എന്ന് സംശയമുണ്ട്. ദുരൂഹതകൾ വർദ്ധിപ്പിക്കുകയാണ് കൂടുതൽ CCTV ദൃശ്യങ്ങൾ. കൊലപാതകത്തിന് തൊട്ടു മുമ്പുള്ള അഫ്സാന്റെ ദൃശ്യങ്ങൾ 24 കിട്ടി. വെഞ്ഞാറമ്മൂട്ടിലെ സഹറൽ മന്തി എന്ന കടയിൽ ഭക്ഷണം വാങ്ങാൻ എത്തുന്നതാണ് ദൃശ്യങ്ങൾ. ഭക്ഷണം വാങ്ങാൻ അഫ്സാനെ അയച്ചത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമല്ലേ എന്നും സംശയം. 24 എക്സ്ക്ലൂസീവുമായി ഷെവീദ് റാവുത്തർ ചേർന്നു. ആദ്യം ആ ദൃശ്യത്തിലേക്ക്. അഫാന്റെ സഹോദരനാണ് ഈ ഫോൺ ചെയ്യുന്ന കക്ഷി. ഇദ്ദേഹത്തിനെയാണ് പിന്നീട് ചുറ്റിക്കൊണ്ടടിച്ച് ഇയാൾ കൊലപ്പെടുത്തിയത്. ഷെവീദ് റാവുത്തർ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. കുഴിമന്തി വാങ്ങാനായി ഇയാളെ അയച്ചത് മനഃപൂർവ്വമാണ് എന്നാണ് ധാരണ. ഷെവീദ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SKN വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകത്തിലേറെ നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങളാണ് 24 അല്പസമയം മുൻപ് പുറത്തുവിട്ടത്. അതിൽ SKN നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം വൈകിട്ട് 4 മണിക്കും 5:30ക്കും ഇടയിൽ നടത്തിയ 2 കൊലപാതകങ്ങൾ. അതിലൊന്ന് ഈ അഫാന്റെ
പെൺ സുഹൃത്തായിട്ടുള്ള ഫർസാന, രണ്ടാമത് അഫാന്റെ സ്വന്തം സഹോദരനായിട്ടുള്ള അഫ്സാൻ എന്നിവരുടേതാണ്. ഇവരെ രണ്ടുപേരെയും ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. എന്നാൽ അതിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ, അവസാനം നടത്തിയത് അഫ്സാനെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ നമുക്കറിയാം CCTV ദൃശ്യങ്ങളിലെ സ്കാൻ ടൈം ലൈൻ പരിശോധിക്കുകയാണെങ്കിൽ 4 മണിയോടുകൂടിയാണ് ഈ പേരുമലയിലെ വീട്ടിൽ നിന്ന് സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് അഫ്സാൻ ഈ വെഞ്ഞാറമൂട് ടൗണിലുള്ള സഹറൽ മന്തി എന്ന് പറയപ്പെടുന്ന ഭക്ഷണശാലയിലേക്ക് ഭക്ഷണം വാങ്ങാൻ എത്തുന്നത്. നേരത്തെ ഈ നാട്ടുകാരടക്കം സംശയം പറഞ്ഞത് ഇയാളെ കൊണ്ടുപോയി ഈ സഹോദരനായിട്ടുള്ള അഫാൻ ഭക്ഷണം വാങ്ങി കൊടുത്തു എന്നുള്ളതാണ്. എന്നാൽ അത് ഏതെങ്കിലും തരത്തിൽ വലിയ കൊട്ടിഘോഷിക്കപ്പെട്ടൊരു വാദമായി ഉയർത്തുകയുമൊക്കെ ചെയ്തിരുന്നു. നാട്ടുകാർ പറഞ്ഞിരുന്നു ഈ അഫാൻ ഒരു നിഷ്കളങ്കനാണ്, അങ്ങനെ മുൻപ് ഈ ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലാത്ത ഒരാളാണ്, മാത്രവുമല്ല ഈ സഹോദരനോട് വലിയ താല്പര്യമാണ് എന്നൊക്കെ. പക്ഷേ ഈ CCTV ദൃശ്യങ്ങളിലെ സ്കാൻ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ CCTV ദൃശ്യങ്ങളെക്കുറിച്ച് സംശയിക്കുന്നത് ഒട്ടും നിഷ്കളങ്കമല്ല. ഈ ഭക്ഷണം മേടിച്ചു കൊടുക്കുന്ന അതടക്കം ഈ ഭക്ഷണം മേടിച്ചു കൊടുത്ത അഫ്സാനെ പേരുമലയിലെ ഈ സംഭവം നടന്ന വീട്ടിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് അഫാന്റെ ഒരു പ്ലാനായി പോലും പോലീസ് സംശയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ ബൈക്കിൽ പേരുമലയിലെ വീട്ടിൽ നിന്നും അഫ്സാനുമായി വെഞ്ഞാറമൂട് ടൗണിലേക്ക് എത്തിയതല്ല എന്നുള്ളതും ഈ CCTV നിർണായകമാകുന്നതിന് കാരണമായി മാറുന്നുണ്ട്. കാരണം പേരുമലയിലെ വീട്ടിൽ നിന്നും പേരുമല ജംഗ്ഷൻ വരെ അഫ്സാനെ ബൈക്കിൽ കൊണ്ടുവരുന്നു. അവിടെ വെച്ച് ഈ സഹോദരനായ അഫ്സാൻ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി ഭക്ഷണം വാങ്ങാനായി വെഞ്ഞാറമൂട് ടൗണിലേക്ക് വിടുന്നു. അതായത് ഓട്ടോറിക്ഷയിൽ അഫ്സാൻ വന്ന് ആ ഹോട്ടലിന് മുൻപിൽ ഇറങ്ങുന്നത്, ശേഷം ഹോട്ടലിന് മുൻപിൽ ആരെയോ കാത്തു നിൽക്കുന്നത്, അതിനുശേഷം ഉള്ളിലേക്ക് പോയ 500 രൂപ കൊടുത്ത ഭക്ഷണം വാങ്ങുന്നതും തിരികെ ആ ഹോട്ടലിന് മുൻപിൽ ഏതാണ്ട് 30 മിനിറ്റോളം കാത്തു നിൽക്കുന്നതും മൊബൈൽ ഫോൺ എടുക്കുന്നതും ഒക്കെ നോക്കാം. ഒരുപക്ഷേ ഈ സഹോദരൻ അഫാൻ താൻ വിളിച്ചിട്ട് മാത്രം ഹോട്ടലിൽ നിന്ന് വന്നാൽ മതി, താൻ കൂട്ടാൻ വരാം എന്ന് ഈ പയ്യനോട്, ഈ സഹോദരനോട്, കൊല്ലപ്പെട്ട ഈ സഹോദരനോട് പറഞ്ഞിരിക്കാം. അതേസമയം അഫ്സാന കടയുടെ മുൻപിൽ കാത്തു നിൽക്കുമ്പോൾ പേരുമലയിലെ വീട്ടിലൊരു ക്രൂര കൊലപാതകം നടക്കുകയായിരുന്നു. തൻ്റെ പെൺ സുഹൃത്തായ ഫർസാനയെ ചുറ്റിക കൊണ്ട് കൊലക്കടിച്ച് ക്രൂരമായി അഫാൻ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് സംശയം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ആരുമില്ലാത്ത വീട്ടിൽ സ്കൂൾ വിട്ട അഫ്സാൻ എന്ന് പറയപ്പെടുന്ന സഹോദരൻ എത്തും. ആ അഫ്സാനെ ഭക്ഷണം വാങ്ങിക്കൊടുക്കാം എന്നുള്ള ഒരു കാരണം പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞയച്ച ശേഷം കൊലപാതകം ചെയ്യുകയായിരുന്നു. ശേഷം അഫ്സാൻ മടങ്ങി ഈ വെഞ്ഞാറമൂട് റോഡ് ക്രോസ് ചെയ്ത വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് പോകുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ അഫ്സാൻ മടങ്ങി വീട്ടിലേക്ക് എത്തുമ്പോൾ വീണ്ടും സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തുന്ന ക്രൂരതയിലേക്ക് ആ ചെറുപ്പക്കാരൻ നീങ്ങി. അങ്ങനെ ഈ CCTVക്ക് വലിയ പ്രത്യേകത ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഉറപ്പിക്കുകയാണ്. ഈ CCTV ദൃശ്യം ഇന്ന് രാവിലെ രഹസ്യ സ്വഭാവത്തിൽ പോലീസ് ശേഖരിച്ച് പരിശോധിച്ചിരുന്നു. എന്നാൽ അല്പസമയം മുൻപാണ് നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കഴിഞ്ഞത്. SKN. ഓക്കെ, താങ്ക് യു. ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന സിനിമകൾ നിരോധിക്കണമെന്ന് പ്രേക്ഷകർ പറയുന്നു. അങ്ങനെ പലവിധമായ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാൻ പോയത് ഒരു ഓട്ടോറിക്ഷയിലാണ്. നിങ്ങൾക്കറിയാം, കൊലപാതകങ്ങൾക്ക് ശേഷം ഒരു കൂസലുമില്ലായിരുന്നു അയാൾക്ക്. തന്നെ അറിയുന്ന ശ്രീജിത്തിൻ്റെ ഓട്ടോയിൽ അഫാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. ഫോൺ നോക്കിയിരിക്കുകയായിരുന്ന അഫാന് മദ്യത്തിൻ്റെ മണമുണ്ടായിരുന്നുവെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ ശ്രീജിത്ത് നമ്മൾ 24നോട് പറഞ്ഞിരുന്നു. നന്നായി അറിയുന്ന അഫാൻ 5 പേരെ കൊന്നെന്ന് വിശ്വസിക്കാനാവുന്നില്ലെന്ന് ശ്രീജിത്ത് പറയുന്നു. 2 തവണയാണ് ഇന്നലെ അഫാൻ ശ്രീജിത്തിന്റെ ഓട്ടോ വിളിച്ചത്. വൈകിട്ട് 3 മണിയോടെ ആദ്യം അനുജൻ അഫ്സാനെ വെഞ്ഞാറമൂട് സഹർ അൽമന്തി കടയിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു. 3:15 സമയത്ത് ഇവന്റെ അനിയനും കൂടെ ഇവിടെ വന്നായിരുന്നു. ഓട്ടോ സ്റ്റാൻഡിൽ വന്നായിരുന്നു. വെഞ്ഞാറമൂട് സിന്ധിക്കേറ്റിന് നേരെയുള്ള സഹർ മന്തി ഉണ്ടല്ലോ, സഹർ മന്തി അവിടെ ആക്കി കൊടുത്തു. അവിടെ നിന്ന് വണ്ടിക്കൂലി മതി. തിരിച്ചെന്ന വണ്ടിയെന്ന് പറഞ്ഞാൽ അവിടെ ആക്കി കൊടുത്തതേ ഉള്ളൂ. പുള്ളി അവിടെ ആക്കി. വൈകുന്നേരം 6 മണി കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു. ബൈക്ക് കേടായെന്നും പോലീസ് സ്റ്റേഷന് സമീപത്തെ വർക്ക്ഷോപ്പിൽ എത്തിക്കണമെന്നും ആവശ്യപ്പെട്ടു. യാത്രയിൽ യാതൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ലെന്ന് ശ്രീജിത്ത്. വണ്ടി എന്താ എടുക്കാത്തെന്ന് വെച്ചാൽ പ്ലഗ് കംപ്ലൈൻറ്റ്, വണ്ടി സ്റ്റാർട്ട് ആവണില്ലെന്ന് പറഞ്ഞു. ഉയർത്തിട്ടുണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക, സാധാ കുത്തണമെങ്കിൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു. ചെറിയൊരു മദ്യത്തിന്റെ സ്മെല്ല് ചെറുതായിട്ട് തോന്നി. അഫാനെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കി തൊട്ടു പിന്നാലെ സ്റ്റേഷനിൽ നിന്ന് വിളിയെത്തി. എന്നെ അവിടെ സ്റ്റേഷനിൽ നിന്ന് ഈ പുള്ളി വിളിച്ച നമ്പറിൽ തന്നെ സ്റ്റേഷനിൽ നിന്ന് ഒരു സാറ് വിളിക്കുന്നത്. ഇവനെ വല്ല മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം? ഇല്ല, കുഴപ്പമൊന്നുമില്ല, മദ്യപിക്കും, ഇല്ല, ലഹരിയാണുണ്ട്, അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ് ഇവൻ ഇവിടെ വന്ന് പിച്ചിമ്മയൊക്കെ പറഞ്ഞ് ഉമ്മയ്ക്ക് വിഷം കൊടുത്ത്, സൗറിന് വിഷം കൊടുത്ത്, അവൻ വിഷം കഴിച്ചിട്ടുണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അവൻ ചുമ്മാ പറയണായിരിക്കും, ഞാൻ ഫോൺ കൊണ്ടൊന്ന് കൊടുക്കാം. ഫോൺ കട്ട് ചെയ്യാതെ അഫാന്റെ വീട്ടിലെത്തിയപ്പോഴാണ് കൂട്ടക്കൊലയുടെ വിവരങ്ങൾ ശ്രീജിത്ത് അറിഞ്ഞത്. കൊലപാതകം നടന്ന് 24 മണിക്കൂർ പിന്നിട്ടിട്ടും ശ്രീജിത്തിന് ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് 24. അധികം ആരോടും അങ്ങനെ സംസാരിക്കാത്തൊരു പ്രകൃതമായിരുന്നു പ്രതി അഫാന്റെ.
ലഹരി ഉപയോഗിക്കുന്നതായി അറിവില്ലെന്നാണ് അഫാനെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത്. 8 കൊല്ലം മുമ്പ് മൊബൈൽ ഫോൺ വാങ്ങി നൽകാത്തതിന് അഫാൻ എലിവിഷം കഴിച്ചിട്ടുണ്ടെന്ന് പോലീസ് സാക്ഷ്യപ്പെടുത്തുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഈ പ്രതിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. കൂടുതൽ സംസാരിക്കാറില്ല, വിഷയാറുണ്ട്, അല്ലാതെ വേറെ ഒരു പ്രശ്നത്തിൽ ഇതുവരെ ഇടപെട്ടതായിട്ട് നമുക്ക് അറിയുമില്ല. നമ്മൾ കാണുന്ന രീതിയിൽ അവിടെ വരുമ്പോഴൊക്കെ നല്ല സ്വഭാവമാണ്, വേറെ ദുശീലങ്ങളൊന്നുള്ള കൂട്ടത്തിൽപ്പെട്ടതല്ല. പേരുമലയിലെ മിക്ക നാട്ടുകാർക്കും അഫാനെക്കുറിച്ച് പറയാനുള്ളത് ഇതേ അഭിപ്രായം. പുറത്തു കാണുമ്പോൾ സൗമ്യതയോടെ ചിരിക്കും, അധികം സംസാരിക്കാറില്ല. സഹോദരൻ അഫ്സാനെ എപ്പോഴും ഒപ്പം കൊണ്ട് നടക്കാറുണ്ട്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊടുക്കും. ലഹരി ഉപയോഗിച്ച് കണ്ടിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയായി അഫ്സാന്റെ പെരുമാറ്റത്തിൽ ചില വ്യത്യാസമുണ്ടായിരുന്നതായി സുഹൃത്ത് പറഞ്ഞു. കൊച്ചിലുകൾ കാണുന്നതാണ്, നമ്മൾ ഇവിടെ കളിക്കാനൊക്കെ വരുന്നത്. ഈ വീടിൻ്റെ തൊട്ട് ബേക്കിൽ ഗ്രൗണ്ടൊക്കെ ഉണ്ട്, അങ്ങനെ കളിക്കാനൊക്കെ വന്ന് പരിചയം. ആളൊരു പാവ, ഒരു ദുശീലമൊന്നും ഉള്ളതായിട്ടൊന്നും നമുക്കറിയത്തില്ല. നമ്മളെ ഈ ഇടയ്ക്ക് വിട്ട് നമ്മളായിട്ട് വലിയ കമ്പനിയില്ല, എന്നുവെച്ചാൽ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളെ കാണുമ്പോൾ ചിരിക്കും, അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ വേറെ കമ്പനിയായിരുന്നു. അഫാൻ പിതാവ് ജോലി ചെയ്യുന്ന സൗദിയിൽ വിസിറ്റിംഗ് വിസയിൽ മാസങ്ങൾക്ക് മുമ്പ് പോയിരുന്നു. നാട്ടിലെത്തി പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്തിരുന്നില്ല. മാതാവിനോട് ഇടയ്ക്ക് പണം ആവശ്യപ്പെടാറുണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. ആത്മഹത്യാ പ്രവണത അഫാൻ മുൻപും കാണിച്ചിട്ടുണ്ട്. 8 വർഷം മുൻപ് വീട്ടുകാർ മൊബൈൽ വാങ്ങി നൽകാത്തതിനാൽ അഫാൻ എലിവിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഇന്നലെ എലിവിഷം കഴിച്ച നിലയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിച്ച അഫാൻ ആദ്യം ചികിത്സയ്ക്ക് തയ്യാറായിരുന്നില്ല. പിന്നീട് നിർബന്ധിച്ചപ്പോഴാണ് ഡോക്ടർമാർക്ക് വഴങ്ങിയത്. നിലവിൽ നിരീക്ഷണത്തിലുള്ള പ്രതിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. ഡോക്ടർമാരുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷമാകും അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ ചോദ്യം ചെയ്യുക. അജീഷ് ജയകുമാർ, 24, തിരുവനന്തപുരം. പ്രേക്ഷകർ മിക്സഡായിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. JK പറയുന്ന കാര്യം എന്നെ അത്ഭുതപ്പെടുത്തിയത്, പട്ടാപ്പകൽ ഇത്ര ക്രൂര കൊലപാതകങ്ങൾ അരങ്ങേറിയിട്ടും ആരും അറിഞ്ഞില്ല, അയൽപ്പക്കക്കാരൊന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ്. കേരളത്തിൻ്റെ സമൂഹത്തിന് വന്ന മാറ്റത്തെയാണ് ഇത് കാണിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാമെന്നാണ് പറയുന്നത്. JK പറയുന്ന ഒരു പരിധിവരെ ശരിയാണ്. കാരണം അയൽപ്പക്കത്ത് എന്ത് നടന്നാലും തിരിഞ്ഞു നോക്കാൻ നമ്മൾ തയ്യാറാകില്ല. നമുക്ക് നമ്മുടെ കാര്യം മാത്രം. നമ്മൾ കയറി വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലോകം, നമ്മുടെ TV ചാനൽ, നമ്മുടെ OTT അങ്ങനെ പോകുന്നു. അവനവനിസം വല്ലാതെ വളർന്ന ഒരു കാലം. തൊട്ട അയൽപ്പക്കത്തെ ആളാരാണ് അവിടെ താമസിക്കുന്നതെന്ന് പോലും അറിയാത്ത എത്രയോ ആളുകളുണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും ഈ നഗരവൽക്കരണം വന്നിട്ടുണ്ട്. നാട്ടിൻപുറത്തും വന്ന് താമസിക്കുന്ന ആളുകളെക്കുറിച്ച് അറിയില്ല. വരും കാലത്ത് എന്തെല്ലാം അപകടങ്ങൾ ഇത് ക്ഷണിച്ചു വരുത്തുമെന്നാണ് എന്നെപ്പോലെയുള്ള ആളുകൾ ഇപ്പോൾ ആശങ്കപ്പെടുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിലെ B ലിസ്റ്റ് മാനദണ്ഡങ്ങൾ മന്ത്രിസഭയ്ക്ക് വിടുമെന്ന വാർത്ത വരുന്നു. B ലിസ്റ്റ് ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുന്നതിനുള്ള മാനദണ്ഡങ്ങൾ മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കും. അടുത്ത മന്ത്രിസഭാ യോഗം ഈ വിഷയം പരിഗണിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. എന്താണ് മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം? SKN മുണ്ടക്കൈ ചൂരൽമല ദുരന്തനിരയായുടെ പ്രതിവാസത്തിന് 3 ഗുണഭോക്തൃ പട്ടികകളാണ് സർക്കാർ സജ്ജമാക്കുന്നത്. അതിൽ 2 എണ്ണം ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. ഇനി പുറത്തു വരാനുള്ളത് ഈ അപകട മേഖലയിൽ കൂടി അവരവരുടെ വീടുകളിലേക്ക് പോകാൻ വഴിയുള്ളവരുടെ കാര്യമാണ്. അതായത് അപകട മേഖലയിലല്ല അവരുടെ വീടുകൾ, എന്നാൽ അവരുടെ വീടുകളിലേക്ക് എത്തണമെങ്കിൽ ഈ അപകട മേഖലയിലൂടെ കടന്നു പോകണം. ഇങ്ങനെയുള്ളവരുടെ പ്രതിവാസത്തിനായി ഒരു പ്രത്യേക പട്ടിക സർക്കാർ തയ്യാറാക്കുന്നു. അതിനെയാണ് B ലിസ്റ്റ് എന്ന് റവന്യൂ അധികാരികൾ വിളിക്കുന്നത്. ഈ B ലിസ്റ്റിലുള്ളവരുടെ കാര്യത്തിൽ എന്ത് നടപടി വേണമെന്ന് ആലോചിക്കാനും അതേപ്പറ്റി പഠിക്കാനും ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി വയനാട്ടിൽ അയച്ച ഈ കാര്യങ്ങൾ പഠിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു മാപ്പിംഗ് ഒക്കെ ഇപ്പോൾ റവന്യൂ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ മാപ്പിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി എന്ത് വേണം, ഈ അപകട മേഖലയിലൂടെ അവരവരുടെ വീടുകളിലേക്ക് പോകാൻ കഴിയുന്നവരുടെ B ലിസ്റ്റിൻ്റെ കാര്യത്തിൽ ആരെയൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്, അതിൻ്റെ മാനദണ്ഡം എന്തൊക്കെയാവണം എന്നതിനെപ്പറ്റി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും സർക്കാരിൻ്റെ അഭിപ്രായം ആരായിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം മന്ത്രിസഭയ്ക്ക് വിടാൻ ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. അടുത്ത് ചേരുന്ന മന്ത്രിസഭ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. അതിനുശേഷമായിരിക്കും B ലിസ്റ്റിൽപ്പെട്ടവരുടെ ഗുണഭോക്തൃ പട്ടിക പുറത്തിറക്കാൻ പോകുന്നത്. എന്തായാലും 90 മുതൽ 100 വരെയുള്ള ആളുകളെ ഇത്തരത്തിൽ പുനരധിവസിപ്പിക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഈ മേഖലയിലുള്ളവരെ പുനരധിവസിപ്പിക്കാതെ അവർ വീടുകളും മറ്റും വാസയോഗ്യമായ സ്ഥലമായതുകൊണ്ട് മറ്റെന്തെങ്കിലും പോംവഴികളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും സർക്കാർ ആരായുന്നുണ്ട്. ഇതെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും B ഗുണഭോക്തൃ പട്ടിക അന്തിമമായി പുറത്തിറക്കാൻ പോകുന്നത്. ഓക്കെ, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ബേബിച്ചൻ ജോസഫ് പറഞ്ഞു 24 ഉടൻ പ്രതീക്ഷിക്കുക. വെഞ്ഞാറമൂട് സംഭവം കലികാലത്ത് ഒരിക്കലും ഉണ്ടാവില്ല. വെഞ്ഞാറമൂട് സംഭവം യഥാർത്ഥത്തിൽ ഇത്തരം കൂട്ടക്കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ കലികാലം അതൊരു പ്രമേയമാക്കില്ല. മുഹമ്മദ് കുട്ടി പറയുന്നു ആരും തമ്മിൽ അറിയില്ല. SKN വൻ മതിലുകളാണ്.
അപ്പോൾ നമ്മൾ മതിലുകളിൽ നമ്മൾ പുറത്ത് മാത്രമല്ല മനസ്സിലും നമ്മൾ മതിൽ കെട്ടി ഉയർത്തി കഴിഞ്ഞു. അംബിക പറയുന്നത് മനസാക്ഷി ഇല്ലാതെ പോയല്ലോ, അങ്ങനെ ഒരു സാധനം ഇപ്പോൾ മാർക്കറ്റിൽ ഇല്ല എന്ന് താങ്കൾക്ക് അറിയില്ലേ? ഷീജ MK പറയുന്നു ശ്രീജിത്ത് ഇച്ചിരി സ്പീഡ് കുറയ്ക്കണം. ഇച്ചിരിയല്ല, ഇച്ചിരി കൂടുതൽ സ്പീഡ് കുറയ്ക്കാൻ ഞാൻ ആവശ്യപ്പെടും. സീന പറയുന്നു ഞങ്ങൾ പഠിക്കുന്ന സമയം യൂണിഫോം ഇല്ലാതെ പുറത്ത് ഇറങ്ങിയാൽ പിന്നെ ഒരു 10 വീട് അപ്പുറം ചെന്നാലും ആളുകൾ ചോദിക്കും എന്താ പറ്റിയത് എന്നുള്ളത്. അത്രയും ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നിർമ്മല പറയുന്നു 24 ഒരു ഫേക്ക് വന്നു, എൻ്റെ ഐഡിയയിൽ വന്ന് മോശം കമൻറ്റ് ഇട്ടു, അതുകൊണ്ട് ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ വരാറില്ലായിരുന്നു, പക്ഷേ ന്യൂസ് കാണുമായിരുന്നു. ഈ അരിങ്കൊല കണ്ടപ്പോൾ വരാതിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഫേക്ക് കമൻറ്റുകളൊന്നും കണ്ട് നമ്മൾ ഭയന്ന് പിന്മാറരുത്. അത് അവർക്കൊരു പ്രലോഭനമാകും. അങ്ങനെ പ്രലോഭിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കരുത് നമ്മൾ. മറ്റൊരു വാർത്തയിലേക്ക്. ആശാ വർക്കേഴ്സിൻ്റെ സമരത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ. എല്ലാ ആശമാരും അടിയന്തരമായി തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്ന് നാഷണൽ ഹെൽത്ത് മിഷൻ ഉത്തരവിറക്കി. ആശാ വർക്കേഴ്സിൻ്റെ സമരത്തിന് പിന്നിൽ BJPയും മറ്റ് അരാജക ശക്തികളുമാണെന്ന് CPM നേതാക്കൾ ആരോപിക്കുന്നു. അവർ അങ്ങനെയാണ് ഇന്ന് രംഗം കൊഴുപ്പിച്ചത്. ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് പിന്തുണയേറുന്നതിനിടെ നിലപാട് കടുപ്പിക്കുകയാണ് സർക്കാർ. ജോലിക്കെത്താത്ത ആശമാരെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കാനാണ് നീക്കം. എല്ലാ ആശമാരും അടിയന്തരമായി തിരികെ പ്രവേശിച്ച് ഏൽപ്പിച്ച ചുമതലകൾ നിർവഹിക്കണമെന്ന് നാഷണൽ ഹെൽത്ത് മിഷൻ ഉത്തരവിട്ടു. തിരികെ ജോലിയിൽ പ്രവേശിക്കാത്ത സ്ഥലങ്ങളിൽ പകരം സംവിധാനം ഏർപ്പെടുത്താനും നിർദ്ദേശമുണ്ട്. പകരം ചുമതലയെടുക്കുന്നവർക്ക് ഇൻസെന്റീവ് നൽകും. അതേസമയം സമരത്തെ തള്ളി ഇന്നും CPIM നേതാക്കൾ രംഗത്തെത്തി. നല്ലപോലെ അരാഷ്ട്രീയ അരാജകത്വ വിഭാഗം അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ ഏത് സമരത്തെയും ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ തെറ്റായ വഴിയിലേക്ക് അതിനെ നീക്കി ഈ ആശാ വർക്കർമാരെ ഇവിടെ തെരുവിൽ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത്. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായിട്ടുള്ള ആശ കേന്ദ്ര സർക്കാർ ഒരു 10 രൂപ വർദ്ധിപ്പിക്കാത്ത സന്ദർഭത്തിൽ എന്തുകൊണ്ട് രാജ്ഭവൻ്റെ മുൻപിലേക്ക് അവരുടെ സമരം പോകുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ മുന്നിലേക്ക് അവരുടെ സമരം പോകുന്നില്ല? എന്തിനാണ് 6000 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ച ഇടതുപക്ഷ സർക്കാരിനെതിരെ അവർ സമരം ചെയ്യുന്നത്? ഇതിന് യുക്തി മനസ്സിലാവുന്നില്ല. മന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിൽ ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടുപ്പുകൂട്ടി പ്രതിഷേധിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിന് പിന്തുണയുമായി തൃശൂരിൽ ആശാ വർക്കേഴ്സ് പിച്ചയെടുത്ത് സമരം നടത്തി. ആശാ വർക്കർമാരുടെ ഒരു സമരത്തിന്റെ ഭാഗമായി 24 തിരുവനന്തപുരം. അരുൺകുമാർ ഭാസ്കരൻ പറയുന്നു SKN ഫോണിലുള്ള ഷാഡോ ഫൈറ്റ് പോലുള്ള ഗെയിമുകൾ നിർത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ശൈലജൻ പറയുന്നത് ഗുഡ് ഈവനിങ് SKN ചില വ്യക്തികളെ മാത്രം കേന്ദ്രീകരിച്ച് മെസ്സേജ് വായിക്കുന്നത് ശരിയാണോ? സ്ഥിരം പ്രേക്ഷകരെന്ന് പറയുന്നവരെ മറ്റ് പല ചാനലും കാണാം. ശൈലജൻ ഞാൻ ചിലപ്പോൾ അതൊക്കെ അന്വേഷിക്കുന്നുണ്ട്, അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് കൈയോടെ പിടികൂടാം. അപ്പോൾ എന്തായാലും അബ്ദുൽ കലാം ഒരു കാര്യം പറഞ്ഞത് ബന്ധങ്ങൾ ഇന്ന് കൂടുതലാണ്, പക്ഷേ നേരിട്ടല്ല, സോഷ്യൽ മീഡിയ വഴിയാണ്. തൊട്ട അയലത്ത് നടക്കുന്ന കാര്യങ്ങൾ പോലും ആരും അറിയാറില്ല. അത്രമാത്രം മാനസിക അകൽച്ചയായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. കാര്യം ഇതിനൊക്കെ നമുക്ക് ചില സംഘടിതമായ ചില യൂണിയൻ വഴിയും ചില റെസിഡൻസ് അസോസിയേഷൻസ് ഒക്കെ ഇല്ലേ, അതുപോലുള്ളതിന് ശക്തി കൂട്ടിയാൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു മാറ്റം വരും. കേരളീയ സമൂഹത്തിൽ അങ്ങനെ മാറ്റണം. കുടുംബദാർഢ്യവും കുടുംബ ബന്ധങ്ങളും ശിഥിലമാകാൻ നമ്മൾ അനുവദിച്ചുകൂടാ. അയൽവാസികൾ തമ്മിലുള്ള ബന്ധങ്ങളും അയലത്തെവരെല്ലാം ചോറ് കളയരുത് എന്ന് കരുതി വീട്ടിനുള്ളിൽ കയറി ഇരിക്കാൻ പാടില്ല. ഇടുക്കി കൂട്ടാറിൽ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയെന്ന് വാർത്തയുണ്ട്. കമ്പംമെട്ട് CI ഷമീർ ഖാനെതിരെയാണ് നടപടി. കൊച്ചി സിറ്റി സൈബർ സ്റ്റേഷനിലേക്കാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലമാറ്റം. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ടെലിഫോണിൽ ചേരുന്നു. രാഹുൽ, എന്തൊക്കെയാണ് ഇതിനെപ്പറ്റി കൂടുതൽ പറയാനുള്ളത്? SKN കൂട്ടാറിലെ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള മുരളീധരന് പോലീസിന്റെ മർദ്ദനമേറ്റ സംഭവം 24 ആണ് പുറത്തു കൊണ്ടുവരുന്നത്. കഴിഞ്ഞ പുതുവത്സര ദിനത്തിലായിരുന്നു ഈ സംഭവം. പടക്കം പൊട്ടിച്ചു എന്ന പേരിൽ CI ഷമീർ ഖാൻ മുരളീധരനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പല്ലടിച്ച് പൊഴിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പിന്നീട് ഇത് സെറ്റിൽമെന്റ് നടത്താമെന്ന് പോലീസ് പറയുകയും പിന്നീട് ചികിത്സാ ചെലവ് പോലും കൊടുക്കാതെ വരികയും ചെയ്തതോടെയാണ് മുരളീധരൻ SP ഉൾപ്പെടെ പരാതി കൊടുത്തത്. ഈ കഴിഞ്ഞ ജനുവരിയിൽ കൊടുത്ത പരാതിയിൽ യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. പിന്നെയും നമ്മൾ വാർത്ത ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പേരിനെങ്കിലും ഒരു സ്ഥലം മാറ്റ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പൊതുജനങ്ങളെ മർദ്ദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് സുരക്ഷിതമായ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റം കൊടുത്ത് സംരക്ഷിക്കുമെന്നുള്ളൊരു നിലപാട് കൂടി പോലീസ് ബോധ്യപ്പെടുത്തുകയാണ്. എന്തായാലും ഷമീർ ഖാനെ കൊച്ചി സിറ്റി സൈബർ സ്റ്റേഷനിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പേരിനൊരു നടപടി ഉണ്ടായതെങ്കിലും ഭാഗ്യം എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. ഓക്കെ, താങ്ക് യു. മുരളീധരമുള്ള കമന്റ് ബോക്സിൽ ചോദ്യം ചോദിക്കുന്നു, ശബ്ദം കേട്ട് അയൽപ്പക്കത്തുള്ളവർ കടന്നു ചെന്നാൽ അവരെ ഇവർ കൊല്ലത്തില്ല എന്ന് എന്താണ് ഉറപ്പ്? നമുക്ക് അങ്ങനെയൊക്കെ ഭയം ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം നോക്കാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് ഇപ്പോൾ ബെല്ലടിച്ചാൽ ഇപ്പോൾ ഗ്രാമങ്ങളിൽ പോലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. കുറ്റിയെടുത്തു, വാതിൽ തുറന്നു, അതിൽ പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കും. എന്താ
പണ്ടങ്ങനെയല്ല, വാതിൽ തുറന്ന് വരൂ ഇരിക്കൂ എന്ന് പറയും. ഇപ്പം അങ്ങനെ അകത്ത് കയറ്റി ആളുകളെ ഇരുത്താൻ ആളുകൾക്ക് പാടാണ്, ബുദ്ധിമുട്ടാണ്, പിന്നെ ആളുകൾക്ക് ആശങ്കയുണ്ട്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞൊരു 10 കൊല്ലത്തിനുണ്ട്, പ്രത്യേകിച്ചും ഈ കോവിഡാനന്തരം വന്ന വലിയ മാറ്റമാണ്. അടച്ചിട്ടിരിക്കാനും അയൽവാസിയെ ആട്ടി അകറ്റാനും പറ്റുന്നൊരു മാനസികാവസ്ഥയിലേക്ക് മലയാളി മൂക്കുകുത്തി വീണുപോയി. ഇനിയിപ്പോൾ അവിടുന്ന് എഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ബ്രൂവറിക്കെതിരെ ഓർത്തഡോക്സ് സഭ സിനഡ്. മദ്യനിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത് ലഹരി മാഫിയകൾക്ക് പാലൂട്ടുന്നതിന് തുല്യമാണെന്ന് അവരുടെ വാർത്താക്കുറിപ്പ്. സിനിമകൾ ലഹരി ഉപയോഗത്തെ ലഘൂകരിക്കുന്നു. സ്കൂളുകൾ തോറും വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും സഭയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് വാർത്താക്കുറിപ്പിലൂടെ അവർ അറിയിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ. ടോബി, പറയൂ. SKN അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനവും ആശങ്കയുമാണ് ഓർത്തഡോക്സ് സഭ രേഖപ്പെടുത്തുന്നത്. എപ്പിസ്കോപ്പൽ സൂനകദോസ് ഇന്നു മുതൽ ആരംഭിച്ചു. 1-ാം തീയതി വരെയാണ് ഈ സൂനകദോസ് നടക്കുന്നത്. അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഭയുടെ ഒരു നിലപാട് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ലഹരി മാഫിയയുടെ ഒരു പിടി അത് സമൂഹത്തിൽ ആഴത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പല കുട്ടികളും മാതാപിതാക്കളെ കൊല്ലുന്നതിലേക്കും സഹോദരങ്ങളെ കൊല്ലുന്നതിലേക്കുമൊക്കെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അത് ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു കൊണ്ടാണ് ഇന്നത്തെ ഒരു വാർത്താക്കുറിപ്പ് ഒരു റിലീസ് അവർ ഇറക്കിയിരിക്കുന്നത്. ലഹരി മാഫിയകൾ ആഴത്തിൽ വേരിറങ്ങിയ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രസ്താവന അവർ ഇറക്കിയിരിക്കുന്നത്. അതിലാണ് ഈ മദ്യത്തെക്കുറിച്ച് കൂടുതലായി പറഞ്ഞിരിക്കുന്നത്. മദ്യം പൂർണ്ണമായിട്ടും സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള ബ്രൂവറി പോലെയുള്ള മദ്യശാലകൾ തുറക്കുന്നത് ഈ ലഹരി മാഫിയയെ പാലൂട്ടുന്ന തരത്തിലാണെന്നാണ് സഭ വിമർശിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്ന സിനിമകളെക്കുറിച്ചും കൃത്യമായിട്ടുള്ളൊരു വിമർശനമുണ്ട്. ഇത്തരത്തിലുള്ള സിനിമകൾ തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. കുട്ടികൾക്കിടയിൽ പ്രത്യേകിച്ചും കുട്ടികളെ വഴിതെറ്റിക്കുന്നതിലേക്ക് ഇത്തരത്തിലുള്ള സിനിമകൾ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കലാകാരന്മാരും ഇതിൽ അഭിനയിക്കുന്നവരുമൊക്കെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കണമെന്നൊരു വിമർശനം കൂടി അല്ലെങ്കിൽ ഒരു ഇതുകൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് ഓർത്തഡോക്സ് സഭ. വെറും പ്രതിജ്ഞകളിൽ മാത്രം ഒതുങ്ങരുത് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം. അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ സമൂഹത്തിൽ വേണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. അതിന് സഭയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും ഈ സൂനകദോസ് പറയുന്നു. എന്തായാലും 1-ാം തീയതി വരെയുള്ള ഈ സൂനകദോസിൽ പ്രധാന വിഷയം ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണെന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം സഭയുടെ മദ്യവർജന സമിതി ഈ ബ്രൂവറിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം മുന്നോട്ട് വെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സൂനകദോസും ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. താങ്ക് യു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും ചേർന്നത്. മറ്റു വാർത്തകളിലേക്ക്. കണ്ണൂരിൽ റോഡ് തടസ്സപ്പെടുത്തി ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചതിൽ CPM നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് 1-ാം പ്രതി. സമരം പൗരാവകാശ ലംഘനമാണെന്ന് ചിലർ തെറ്റായി വ്യാഖ്യാനിക്കുന്നതായി MV ജയരാജൻ സമരത്തെ ന്യായീകരിച്ചു. കേന്ദ്ര അവഗണനയ്ക്കെതിരായ സംസ്ഥാന വ്യാപക CPIM സമരത്തിന്റെ ഭാഗമായായിരുന്നു കണ്ണൂരിലെ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധം. സമരത്തിന്റെ ഭാഗമായി കസേരകൾ നിരത്തിയത് നടുറോട്ടിൽ. ഗതാഗതം വഴിതിരിച്ചുവിട്ടു. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചായിരുന്നു റോഡ് തടസ്സപ്പെടുത്തിയുള്ള സമരം. യാത്രാമാർഗങ്ങൾ വേറെയുണ്ടെന്നും ഹെഡ് പോസ്റ്റ് ഓഫീസ് വേറെ ഇല്ലെന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. ഒരിക്കൽ കൂടി ജയിലിൽ പോകാൻ തയ്യാറെന്നും മുൻ കോടതി ലക്ഷ്യക്കേസ് സൂചിപ്പിച്ച് പ്രതികരണം. സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശം എല്ലാ മനുഷ്യന്റെയും അവകാശമാണ്. പണ്ട് ഇതേ സ്ഥലത്ത് ഞാൻ 25 ആളോട് പ്രസംഗിച്ചതാണ്. ആ ചേനലുകാരൻ വലിയ വാർത്തയാക്കി എന്നെ ജയിലിലയച്ചു. ആ ചേനലുകാരോട് പറഞ്ഞേക്കാം, ഒരിക്കൽ കൂടി ഈ ചൂടുകാലത്ത് ജയിലിൽ പോകാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ വാർത്ത വിരട്ടലൊന്നും ഞങ്ങളോട് വേണ്ട. സമരത്തിൽ MV ജയരാജനെ 1-ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. 11 നേതാക്കളടക്കം 10,000 പേർക്കെതിരെയാണ് FIR. 24 കണ്ണൂർ. ഇനി വരും ദിവസങ്ങളിൽ അറിയാം ഇതിലെന്ത് പൊല്ലാപ്പുണ്ടാകുമെന്ന്. സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് മേൽക്കൈ. 30-ൽ 17 ഇടത്താണ് LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. 12 വാർഡുകളിൽ UDF വിജയിച്ചു. തിരുവനന്തപുരത്തെ പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ വാർഡ് കോൺഗ്രസിൽ നിന്ന് SDPI പിടിച്ചെടുത്തു. തിരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടന്നിരിക്കെ തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ മുന്നണികൾ ഏറെ ആകാംക്ഷയോടെയാണ് കണ്ടത്. ഫലം പുറത്തു വരുമ്പോൾ LDF-ന്റെ മേധാവിത്വമാണ് ദൃശ്യമാകുന്നത്. 30 വാർഡുകളിൽ 17 ജയിച്ചാണ് LDF നില ഭദ്രമാക്കിയത്. ചിലയിടങ്ങളിൽ LDF സീറ്റുകൾ പിടിച്ചെടുക്കാനായെങ്കിലും UDF-ന് 12 ജയിക്കാനായുള്ളൂ.
ഒരിടത്ത് SDPI ആണ് വിജയിച്ചത്. ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ 30 വാർഡുകളിൽ LDF 20, UDF 10 എന്നതായിരുന്നു കക്ഷിനില. ഫലം വന്നപ്പോൾ 17 സീറ്റിലേക്ക് ചുരുങ്ങിയ LDFന് 3 സീറ്റ് കുറഞ്ഞു. 2 സീറ്റ് അധികമായി നേടാനായതിനാൽ ഫലം UDFന് അത്ര മോശമല്ല. തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ വാർഡിൽ സിറ്റിംഗ് സീറ്റ് SDPI പിടിച്ചെടുത്തത് കോൺഗ്രസിന് ഞെട്ടലായി. 226 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് SDPI വിജയിച്ചത്. 12 സീറ്റിലാണ് UDF ജയിച്ചത്. അതിൽ വളരെ അപകടകരമായ ഒരു സ്ഥിതി, ഒരു സീറ്റിൽ SDPI ജയിച്ചിട്ടുണ്ട്. SDPI ജയിച്ചത് UDFന്റെ പിന്തുണയോടുകൂടിയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു തെറ്റായ പ്രവണത ചൂണ്ടിക്കാണിക്കാനുള്ളത്. തിരുവനന്തപുരം നഗരസഭയിലെ ശ്രീവരാഹം വാർഡ് LDF നിലനിർത്തി. CPIയിലെ V ഹരികുമാർ 12 വോട്ടിനാണ് വിജയിച്ചത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കരുളായി പഞ്ചായത്തിലെ ചക്കിട്ടമലയിൽ UDF വിജയിച്ചു. നേരത്തെ 100 പരം വോട്ടുകൾക്ക് ജയിച്ചിരുന്ന ഇവിടെ 397 വോട്ടിനാണ് UDF വിജയിച്ചത്. പൂവച്ചൽ പഞ്ചായത്തിലെ പുളിങ്കോട് വാർഡ് UDFൽ നിന്ന് LDF പിടിച്ചെടുത്തു. ഇടുക്കി വാത്തുകുടി പഞ്ചായത്ത് ദൈവമേട് വാർഡ് LDF പിടിച്ചെടുത്തു. 10 താഴെ വോട്ടുകൾക്കാണ് കോൺഗ്രസിന് ഇവിടെ സീറ്റ് നഷ്ടമായത്. കരിങ്കുളം പഞ്ചായത്തിലെ കൊച്ചുപള്ളി വാർഡ് UDF LDFൽ നിന്ന് പിടിച്ചെടുത്തു. കോഴിക്കോട് പുറമേരി പഞ്ചായത്തിലെ കുഞ്ഞല്ലൂർ വാർഡ് LDFൽ നിന്ന് UDF പിടിച്ചെടുത്തു. എറണാകുളത്തെ അശമനൂർ പഞ്ചായത്തിലും UDF അട്ടിമറി വിജയം നേടി. 30 തദ്ദേശഭരണ വാർഡുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നെങ്കിലും 28 വാർഡുകൾ മാത്രമാണ് വോട്ടെടുപ്പുണ്ടായത്. 2 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ, ചീമേനി, മടിക്കൈ പഞ്ചായത്തുകളിലെ വാർഡുകളാണ് ഇടത് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൽ LDFന് ഭരണം നഷ്ടമായി. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ LDF അംഗം നുസൈബ സുധീർ പിന്തുണച്ചതോടെയാണ് ഭരണമാറ്റം ഉണ്ടായത്. PV അൻവറിന്റെ ഇടപെടലും നിർണായകമായി. പഞ്ചായത്തിന് മുൻപിൽ LDF UDF അംഗങ്ങൾ തമ്മിൽ സംഘർഷവും വന്നു. രാവിലെ മുതൽ ചുങ്കത്തറ പഞ്ചായത്തിന് മുൻപിൽ നാടകീയ രംഗങ്ങൾ. 10-10 ചുങ്കത്തറ പഞ്ചായത്തിലെ കക്ഷിനില. രാവിലെ 7 മണിക്ക് തന്നെ UDF അംഗങ്ങളും കൂറുമാറുന്ന LDF അംഗം നുസൈബ സുധീറും പഞ്ചായത്ത് ഓഫീസിലെത്തി. നുസൈബയുടെ ഭർത്താവ് സുധീർ തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം ചെയർമാനാണ്. അൻവറിന്റെ ഇടപെടലാണ് അവിശ്വാസ പ്രമേയത്തിന് പിന്നിലെന്ന് നേരത്തെ CPIM ആരോപിച്ചിരുന്നു. 10:30 LDF അംഗങ്ങളും പ്രവർത്തകരുമെത്തി. പഞ്ചായത്തിന് മുന്നിൽ നിന്ന് മാറണമെന്നാവശ്യപ്പെട്ട പോലീസുമായി ഉണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് വഴിമാറി. LDF UDF പ്രവർത്തകർ തമ്മിൽ കൂട്ടയടി. കടയിലിരുന്ന PV അൻവറിന്റെ അടുത്തേക്ക് ഒരാൾ പാഞ്ഞെടുത്തു. UDF പ്രവർത്തകർ അൻവർ ഇരുന്ന കടയുടെ ഷട്ടറിട്ടു. UDF പ്രവർത്തകരുടെ സംരക്ഷണയിൽ പുറത്തിറങ്ങിയ അൻവറിനെ തോളിലേറ്റിയാണ് പ്രവർത്തകർ കൊണ്ടുവന്നത്. 1 മണിയോടെ അവിശ്വാസ പ്രമേയം പാസായതായി അറിയിപ്പ്. UDF ക്യാമ്പിൽ ആഘോഷം. ഈ കണ്ട സഹോദരിമാരുടെ മേലിലും ഈ പറയുന്ന മെമ്പർമാരുടെ മേലിലും ഈ തളിച്ചിട്ടുള്ള ചാണകം, ഈ ചാണകം കൊണ്ട് ആരാ കളിച്ചിരുന്നത് വരെ? ഇന്ത്യൻ രാഷ്ട്രീയം കീഴടക്കിയ BJP ചാണകവും മൂത്രവും, പശുവിൻ ചാണകവും പശുവിൻ മൂത്രവും വെച്ചിട്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയം കീഴടക്കിയത്. അതേ RSSന്റെയും BJPയുടെയും ഒപ്പത്തിനൊപ്പം നടക്കുകയാണ് ഈ പറയുന്ന പിണറായിയും CPMഉം. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ LDF അംഗങ്ങൾ ചാണകവെള്ളം തെളിച്ചെന്ന് UDF ആരോപിച്ചു. നിലമ്പൂർ മണ്ഡലത്തിലെ രാഷ്ട്രീയ പ്രശ്നം കേരള രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമെന്ന് കണക്കാക്കാൻ കഴിയില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ ചുങ്കത്തറ പഞ്ചായത്തിലെ ഭരണനഷ്ടം CPIMന് തിരിച്ചടിയാണ്. മണ്ഡലത്തിൽ പാർട്ടി പ്രധാന ശത്രുവായി കാണുന്ന PV അൻവറിന് രാഷ്ട്രീയ നേട്ടവും. 24 മലപ്പുറം. ജോസഫ് ചോദിക്കുന്നു, നാളെ ബ്രോസ് ഈവനിങ് എപ്പോഴാണ്? ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് ബ്രോസ് ഈവനിങ്. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ 4 ദിവസങ്ങളിൽ സംപ്രേഷണം ചെയ്യും. വിമൻസ് ഈവനിങ് ചൊവ്വ, വ്യാഴം, ശനി 3 ദിവസങ്ങളിലും സംപ്രേഷണം ചെയ്യും. 4+3 = 7. ഓക്കെ അല്ലേ? ഓക്കെ. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ ഒഴിവാക്കുമെന്ന് പോലീസ് ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചു. മുഖ്യപ്രതി അനന്തകൃഷ്ണനെ വീണ്ടും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ സ്പിയാർഡ് ചെയർപേഴ്സൺ ഷീബ സുരേഷിന്റെ കുമളിയിലെ വീട്ടിൽ ഇന്ന് ED നടത്തിയ പരിശോധനയിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട തെളിവുകൾ കണ്ടെത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നടപടിക്രമങ്ങൾ പാലിച്ച് പ്രതിപട്ടികയിൽ നിന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ ഒഴിവാക്കുമെന്നാണ് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചത്. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും അന്വേഷണം പൂർത്തിയാക്കാൻ സാഹചര്യമൊരുക്കണമെന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ നിലവിൽ തെളിവുകളില്ലെന്നാണ് പോലീസ് നൽകിയ മറുപടി. പോലീസിന്റെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ
ഒരു കൂട്ടം അഭിഭാഷകർ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. പാതിവല തട്ടിപ്പിൽ പെരിന്തൽമണ്ണ പോലീസാണ് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ പ്രതി ചേർത്തത്. വിരമിച്ച ജഡ്ജിമാർ ഉൾപ്പെടെ ഉന്നത സ്ഥാനത്തുള്ളവരെ പ്രതി ചേർക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിലൂടെ നിർദ്ദേശം നൽകി. ജഡ്ജിമാർ നിയമത്തിന് മുകളിലല്ലെന്ന് പൊതുസമൂഹം വിമർശിക്കുമെന്നും ആ വിമർശനം പരിഗണിക്കപ്പെടേണ്ടതാണെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. പക്ഷേ ഒരു ജഡ്ജിക്കെതിരെ കേസെടുക്കാൻ തീരുമാനിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ നീതിന്യായ വ്യവസ്ഥയിലുണ്ടാകും. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് അവകാശമുണ്ട്. അതേസമയം തട്ടിപ്പ് കേസിൽ പ്രതി അനന്തകൃഷ്ണനെ ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക വിഭാഗം 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി. കേസിൽ സ്പിയാർഡ്സ് ചെയർമാൻ ഷീബ സുരേഷിന്റെ കുമളിയിലെ വീട്ടിൽ ED പരിശോധന നടത്തി. 24 കൊച്ചി. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഇന്ന് നമുക്ക് വരുന്ന വാർത്തകളൊക്കെ തന്നെ ഒരുപാട് പ്രേക്ഷകർക്ക് അഭിപ്രായം പറയാൻ പറ്റുന്ന വാർത്തകൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ വെഞ്ഞാറമൂടിലെ കൊലപാതകത്തെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ അവരുടെ സ്വന്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുന്നുണ്ട്. ഈ അഭിപ്രായങ്ങളൊക്കെ ക്രോഡീകരിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന കാര്യം ആലോചിക്കാം. എന്തായാലും നമ്മുടെ സമൂഹത്തെ നമുക്ക് ഇങ്ങനെ വിടാൻ പറ്റില്ല. കേരളീയ സമൂഹത്തിന് കുറേ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും വന്നേ മതിയാകൂ. മറ്റൊരു വാർത്തയിലേക്ക്. സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാറിന് ജീവപര്യന്തം ശിക്ഷ. ഡൽഹി റസോനി കോടതിയാണ് ഈ ശിക്ഷ വിധിച്ചത്. സംഭവം നടന്ന 41 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഈ ശിക്ഷാവിധി വന്നത്. ഡൽഹി സരസ്വതി വിഹാറിൽ 1984 നവംബർ 1 ജസ്വന്ത് സിംഗ്, മകൻ തരുൺദീപ് സിംഗ് എന്നിവരെ തീകൊളുത്തി കൊലപ്പെടുത്തുകയും വീട് കൊള്ളയടിക്കുകയും ചെയ്ത കേസിലാണ് കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാറിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. 1985 സെപ്റ്റംബർ 9 സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. അക്രമി സംഘത്തെ നയിച്ചത് സജ്ജൻ കുമാറാണെന്നായിരുന്നു പരാതിയിൽ. 1991 സജ്ജൻ കുമാറിനെതിരെ FIR രജിസ്റ്റർ ചെയ്തു. എന്നാൽ 3 വർഷത്തിനു ശേഷം തെളിവില്ലെന്ന കാരണത്താൽ കുറ്റപത്രം തള്ളി. 2015 കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 12 കേസിൽ സജ്ജൻ കുമാർ കുറ്റക്കാരനാണെന്ന് ഡൽഹി റൌസ് അവന്യൂ കോടതി കണ്ടെത്തി. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് ഇതെന്നും മതവിഭാഗങ്ങൾക്കിടയിൽ വിശ്വാസത്തെയും ഐക്യത്തെയും ബാധിക്കുന്ന സംഭവമായതിനാൽ വധശിക്ഷ നൽകണമെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. ഈ ആവശ്യം പ്രത്യേക കോടതി ജഡ്ജി കാവേരി ബവേജ തള്ളിയെങ്കിലും സജ്ജൻ കുമാർ ചെയ്ത കുറ്റകൃത്യം ക്രൂരവും അപലപനീയവുമാണെന്ന് നിരീക്ഷിച്ചു. നിലവിൽ സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിൽ ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട തിഹാർ ജയിലിൽ കഴിയുകയാണ് സജ്ജൻ കുമാർ. 24 ഡൽഹി. തമിഴ്നാട് മറ്റൊരു ഭാഷാ യുദ്ധത്തിനു കൂടി തയ്യാറാണെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. തമിഴിനെ സംരക്ഷിക്കുമെന്നും ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കുമില്ലെന്നാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എക്സിൽ കുറിച്ചത്. DMK നാടകം കളിക്കുന്ന മതിയാക്കണമെന്ന് BJP അധ്യക്ഷൻ K അണ്ണാമലൈ തിരിച്ചടിച്ചു. ഹിന്ദി അടിച്ചേൽപ്പിക്കുകയാണെന്ന് ആരോപിച്ച് BJP സംസ്ഥാന നേതാവും നടിയുമായ രഞ്ജന നാച്ചിയാർ BJP വിട്ടു. ഭാഷായുദ്ധമെങ്കിൽ യുദ്ധം, തങ്ങളതിന് തയ്യാറാണ്. ഉപമുഖ്യമന്ത്രിയും മകനുമായ ഉദയനിധി സ്റ്റാലിന്റെ വാക്കുകൾ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആവർത്തിച്ചു. തമിഴ് ഭാഷയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് തടയുമെന്ന് കാട്ടി പ്രവർത്തകർക്ക് സ്റ്റാലിൻ കത്തയച്ചിരുന്നു. പിന്നാലെ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ എത്തി. CBSE സ്കൂളുകളിലെ കുട്ടികൾക്ക് ലഭിക്കുന്ന അവസരം സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഒരുക്കാൻ DMK തയ്യാറാകുന്നില്ലെന്ന് വിമർശിച്ചു. നാടകം മതിയാക്കണമെന്നും പ്രവർത്തകരെ ഹിന്ദിയും ഇംഗ്ലീഷും വേർതിരിച്ച് പഠിപ്പിക്കണമെന്നും പരിഹസിച്ചു. അതിനിടെ BJP സംസ്ഥാന സെക്രട്ടറിയും നടിയുമായ രഞ്ജന നാച്ചിയാർ പാർട്ടി വിട്ടു. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിലെ എതിർപ്പും ദ്രാവിഡരോടുള്ള BJPയുടെ വെറുപ്പുമാണ് പാർട്ടി വിടാൻ കാരണമെന്ന് രഞ്ജന പറയുന്നു. 24 ചെന്നൈ. വാഹനപ്പുക പരിശോധനയിൽ ഇളവ് പ്രഖ്യാപിച്ച മോട്ടോർ വാഹന വകുപ്പ് 6 ദിവസം പിഴ ഈടാക്കരുതെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശം കൊടുത്തു. 27-ാം തീയതി വരെ പുക സർട്ടിഫിക്കറ്റ് പരിശോധിക്കില്ല. PUCC പോർട്ടൽ തകരാറായതാണ് ഈ തീരുമാനത്തിന് കാരണം. അജീഷ് ജയകുമാർ ടെലിഫോണിൽ. പറയൂ അജീഷ്. എന്തായാലും ഈ വാഹനങ്ങൾക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഈ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന്റെ വെബ്സൈറ്റ് വഴിയാണ്. ഈ വെബ്സൈറ്റാണ് ഇപ്പോൾ തകരാറിലായിരിക്കുന്നത്. അതിന്റെ സെർവറിലാണ് ഈ തകരാർ സംഭവിച്ചിരിക്കുന്നത്. അത് പരിഹരിക്കാൻ കൂടുതൽ സമയം വേണമെന്നാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത ഒരാഴ്ച ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആവുന്നവർക്ക്
പിഴ ഈടാക്കേണ്ടതില്ല എന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവായി ഇറക്കിയിരിക്കുന്നത്. ഈ 22-ാം തീയതി മുതൽ 27-ാം തീയതി വരെ ഇതിനിടയിൽ എക്സ്പയർ ആകുന്നവരുടെ ആ വാഹനങ്ങൾ ഈ പരിശോധനയിൽ എപ്പോഴെങ്കിലും മോട്ടോർ വാഹന വകുപ്പിന്റെയോ പോലീസിന്റെയോ പരിശോധനയിൽ കാണുകയാണെങ്കിൽ ഇത്തരം വാഹനങ്ങൾക്ക് പിഴ ഒടുക്കേണ്ടതില്ല. അത് ഒരാഴ്ച ഒരു ഇളവ് നൽകാനാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കിരീടം ലക്ഷ്യമിട്ട് കേരളം നാളെ ഇറങ്ങുകയാണ്. നാഗ്പൂരിൽ നടക്കുന്ന മത്സരത്തിൽ വിദർഭയാണ് എതിരാളികൾ. കപ്പടിക്കാനാകും എന്ന പ്രതീക്ഷയാണ് കേരള ക്രിക്കറ്റ് ടീമിനുള്ളതെന്നാണ് ക്യാപ്റ്റൻ സച്ചിൻ ബേബി 24-നോട് പറഞ്ഞത്. അവസാനഘട്ട പരിശീലനവും കഴിഞ്ഞു. ഇനി രണ്ടും കൽപ്പിച്ച് കപ്പിനായി കളത്തിലേക്ക്. എതിരാളിയുടെ മടയിലെ മത്സരം എന്നത് കേരളത്തെ ആശങ്കപ്പെടുത്തുന്നില്ല. ക്വാർട്ടറിലെയും സെമിയിലെയും അത്ഭുത പ്രകടനങ്ങൾ ഫൈനലിലും ആവർത്തിച്ചാൽ രഞ്ജി ട്രോഫിയിൽ ചരിത്രത്തിലാദ്യമായി കേരളത്തിന്റെ പേര് പതിയും. ഫൈനലിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്ന് നായകൻ സച്ചിൻ ബേബി 24-നോട്. നമ്മുടെ എല്ലാവരുടെയും ആ ഒരു ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ വർഷം നമ്മുടെ കയ്യിലോട്ട് വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു ഉത്തരമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫൈനലിൽ കാണാം. അതേസമയം ടൂർണമെന്റിലെ അപ്രമാദിത്വം ഫൈനലിലും തുടരാമെന്ന പ്രതീക്ഷയിലാണ് വിദർഭ. എന്നാൽ കേരളത്തെ കുറച്ചു കാണുന്നില്ലെന്ന് ടീമിലെ മലയാളിയായ കരുൺ നായർ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേരള ടീം ഇത്ര നല്ലതായിട്ട് ചെയ്ത് ഫൈനലിൽ വന്നിരിക്കുന്നു. അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇപ്പോൾ ഒരു ട്രോഫി ജയിക്കാൻ. ആൻഡ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനും എക്സൈറ്റഡ് ആണ് കേരള അഗെയിൻസ്റ്റ് കളിക്കാനും ഈ ഒരു ഫൈനൽ കളിക്കാനും. നാളെ രാവിലെ 9:30 രഞ്ജി ട്രോഫി ഫൈനലിന് തുടക്കമാവുന്നത്. നാഗ്പൂരിൽ നിന്ന് ഷൈജു ചാവശ്ശേരിക്കൊപ്പം അനിൽ വാസുദേവ്, 24. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. മലപ്പുറം തലപ്പാറയിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന അമ്മയ്ക്കും മകൾക്കും വെട്ടേറ്റു. മുന്നിയൂർ പാലക്കൽ സ്വദേശി സുമി, മകൾ ഷീബ ഫാത്തിമ എന്നിവർക്കാണ് വെട്ടേറ്റത്. സ്കൂട്ടറിലെത്തിയ ആളാണ് വെട്ടിയത്. ഷബ ഫാത്തിമയാണ് മകളുടെ പേര്. ഷബ ഫാത്തിമയാണ്. സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്നും ടെലിഫോണിൽ. സമീർ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എന്ത് കാരണത്താലാണ് ഇവരെ അമ്മയും മകളെയും വെട്ടിയത്? ഇന്ന് വൈകുന്നേരം 7:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു അമ്മയും മകളും. അങ്ങനെ തലപ്പാറയിൽ എത്തുന്ന സമയത്താണ് മറ്റൊരു സ്കൂട്ടറിൽ വന്ന ഒരു യുവാവ് ഇരുവരെയും വെട്ടിയത് എന്നുള്ളതാണ് ഈ പരിക്കേറ്റ ഈ സുമി വ്യക്തമാക്കുന്നത്. ഈ സുമി ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. ഈ മകൾ ഷബ ഫാത്തിമ പിറകിലായിരുന്നു ഇരുന്നിരുന്നത്. അങ്ങനെ ബൈക്കിലെത്തിയ ഇയാൾ ഈ എന്തോ ആയുധം ഉപയോഗിച്ചുകൊണ്ട് വെട്ടുകയായിരുന്നു എന്നുള്ളതാണ് സുമി പറഞ്ഞിരിക്കുന്നത്. സുമിയുടെ വലതു കൈക്കാണ് സാരമായ പരിക്കേറ്റിരിക്കുന്നത്. ഈ ഷബ ഫാത്തിമക്കും നിലവിൽ പരിക്കേറ്റിരിക്കുകയാണ്. ഇവരെ നിലവിൽ തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ സുമിയുടെ കൈയിന് 4 തുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്റ്റിച്ച് ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. നിലവിൽ തിരുരങ്ങാടി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ആക്രമിച്ച ശേഷം പ്രതി ഇവരുടെ ബൈക്കിന് മുൻഭാഗത്തേക്ക് എത്തിക്കൊണ്ട് തിരിഞ്ഞു നിന്ന് ചിരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് എന്നുള്ളതാണ് സുമി വ്യക്തമാക്കുന്നത്. എന്താണ് ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ ഒരു വ്യക്തതയില്ല. മാത്രമല്ല ഈ ബൈക്കിന്റെ നമ്പർ മറ്റും എല്ലാം തന്നെ നോട്ട് ചെയ്യാൻ ആ ഒരു സമയത്ത് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതുമാണ് നിലവിൽ സുമി വ്യക്തമാക്കുന്നത്. പിന്നീട് ഉടൻ തന്നെ വാഹനം സൈഡാക്കി പിന്നീട് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. തിരുരങ്ങാടി പോലീസ് സംഭവ സ്ഥലത്തെത്തി മൊഴി രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. സമീർ, ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്ന രീതിയിൽ ആശ്വാസകരമായ ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇവർക്ക് പരിചയമില്ലാത്ത ഒരാളാണോ വെട്ടിയത്? ഇവരുടെ പരുക്ക് നിലവിൽ ഗുരുതരമല്ല, ആശ്വാസകരമാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ സാരമുള്ളതല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇവരുടെ വലത് കൈയിന് ആണ് മുറിവുള്ളത്. 4 സ്റ്റിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇവർ നിലവിൽ ഇതിനു മുൻപ് കണ്ടവരോ അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കമോ ഉള്ളതായി ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഈ സുമി വ്യക്തമാക്കുന്നത്. പിന്നീട് ഏതൊരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായത് എന്നുള്ളത് സുമിക്കും സ്വാഭാവികമായും സംശയമുണ്ട്. ലഹരിയോ മറ്റെന്തെങ്കിലും ആണോ ഈ ഉപയോഗിച്ചതിന് ശേഷമാണോ ഈ മർദ്ദനത്തിലേക്ക് എത്തിയത് എന്നുള്ളൊരു സംശയമാണ് ഈ പരിക്കേറ്റിരിക്കുന്ന ഈ വീട്ടമ്മ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. മുൻപ് എങ്ങാനും തർക്കമോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഭീഷണിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ പരിക്കേറ്റ സുമി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. പ്രത്യേകിച്ച് ഈ രാത്രി കാലങ്ങളിൽ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും സഞ്ചരിക്കുക എന്നുള്ളൊരു ചോദ്യമാണ് ഈ സുമിയും മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും നിലവിൽ പരിക്കേറ്റ ഇരുവരെയും നിലവിൽ തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ തിരുരങ്ങാടി പോലീസും സംഭവ സ്ഥലത്തെത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ CCTV എല്ലാം തന്നെ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത്.
ഓക്കെ, താങ്ക് യു സമീർ ബിൻ കരീം. ഇപ്പോൾ വരുന്നൊരു വാർത്ത, ISL ഗോകുലം കേരള FC വിജയം 1-നെതിരെ 2 ഗോളിന് ഐസ്വാൾ FC ഗോകുലം തോൽപ്പിച്ചു. ഗോകുലത്തിൻ്റെ വിജയം ഇഞ്ചുറി ടൈമിലെ ഗോളിൽ. ഐ ലീഗിൽ ഈ വിജയത്തോടെ പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്തേക്ക് ഐ ലീഗിൽ ഗോകുലം ഉയർന്നു കഴിഞ്ഞു. ഐ ലീഗിലാണ് ഗോകുലം കേരള FCക്ക് വിജയം. എന്തായാലും വളരെ ആശ്വാസകരമായ സന്തോഷകരമായ ഒരു വാർത്തയാണ്. കൺഗ്രാജുലേഷൻസ് ഗോകുലം. ചൈതന്യ കാർഷിക മേള പുരസ്കാരം 24-ന് ദൃശ്യമാധ്യമ വിഭാഗത്തിൽ 24 കോട്ടയം ബ്യൂറോയിലെ ചീഫ് റിപ്പോർട്ടർ ടോബി ജോൺസൺ പുരസ്കാരത്തിന് അർഹനായി. കൃഷി വകുപ്പിൻ്റെ പങ്കാളിത്തത്തോടെ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ് മേള സംഘടിപ്പിച്ചത്. പ്രൈം ടൈമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഒരു പ്രേക്ഷകൻ എഴുതിയിരിക്കുന്ന അക്ബർ പറയുകയാണ്, കണ്ണ് തപ്പി അപ്പോൾ SKN കൈവോക്കി ഇടവേള ഇടാൻ പറയും. നിങ്ങളുടെ രഹസ്യം പറയാം. അതായത് നമ്മൾ ഇടവേള 2 രീതിയിലിടും. ഒന്ന്, നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂം നേരിട്ട് ഇടവേളയിലേക്ക് കയറും. രണ്ടാമത് അവതാരകൻ പറഞ്ഞിട്ട് ഇടവേളയിലേക്ക് വരും. നിങ്ങൾ കയറിക്കോളൂ എന്ന് ഞാനിങ്ങനെ കൈ കാണിച്ച സുഹൃത്തെ, അല്ല അതിലൊരു രഹസ്യവും ഇല്ല. കണ്ണ് തപ്പിയാൽ ഉടൻ ഇടവേള കാണിക്കാനും പറ്റില്ല. ഇടവേള ഇടുന്നതിനൊക്കെ തന്നെ ചില ക്രമങ്ങളും ചില ശാസ്ത്രീയ രീതികളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ അത്യാവശ്യമായിട്ട് ഈ വിവരം എന്തുവാണെന്ന് അറിയണം എന്ന് ഏതെങ്കിലും പ്രേക്ഷകന് തോന്നിയാൽ എന്നെ അറിയിക്കുക. നമ്മുടെ 24 സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ രീതികളൊക്കെ നമ്മളൊന്ന് കാണിച്ചു തരാം. ഇനി ബാലകൃഷ്ണൻ. നിലപാടുകൾ കടിച്ചമർത്തി നിലപാടിനേക്കാൾ വലുതായി നാടിനെ സ്നേഹിക്കുന്ന ഒരു പാർട്ടിയെ ഈ അടുത്ത കാലത്തായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനെ ചൊല്ലി ആ പാർട്ടിക്കുള്ളിൽ പല അസ്വാരസ്യങ്ങളുണ്ടെങ്കിലും മുന്നണി യോഗം കഴിഞ്ഞാൽ അതെല്ലാം കെട്ടടങ്ങുന്ന പ്രതീതിയാണ്. നിലപാടുകൾ മാറുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അഫ്സലിൻ്റെ ബാലകൃഷ്ണൻ. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനി വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് ആളുകളൊക്കെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞ് രംഗത്തിറങ്ങി. എന്നാൽ ഒരു സ്ഥലത്ത് ഒരു സംഗതി ഇങ്ങനെ പുകയുന്നുണ്ട്. ഇനിയും ജനവികാരം കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല. അടിയന്തരമായിട്ട് സ്വാഗതം ചെയ്തേ പറ്റൂ. പുകയുന്നത് എന്താന്ന് മനസ്സിലായില്ലേ? അതൃപ്തി. ഇത്തരം കാര്യങ്ങളൊന്നും CPI ഒരു മാധ്യമ ചർച്ചയ്ക്ക് വേണ്ടി വിഷയമാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, താല്പര്യമില്ല. CPI നിലപാട് CPI വ്യക്തമാക്കിയിട്ടുണ്ട്, അതെല്ലാവർക്കും അറിയാം. അതിനപ്പുറത്ത് മാധ്യമങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളുടെ രോമാഞ്ചം ഉണ്ടാക്കാൻ വേണ്ടി ഇതെല്ലാം പറയാൻ ഞങ്ങളില്ല. വേണമെങ്കിൽ സമരം നടത്തി അതൊക്കെ പൂട്ടിക്കാം. അങ്ങനെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കിട്ടുന്ന വലിയൊരു അവസരമായിട്ടാണ് പാർട്ടി ഇതിനെ കാണുന്നത്. ഈ മന്ത്രിസഭയിൽ അംഗമാണോ അതോ പ്രതിപക്ഷത്തിന്റെ വ്യക്തമാണോ? ഞാൻ ഈ മന്ത്രിസഭയിൽ അംഗം തന്നെയാണോ? CPIയുടെ വിശ്വാസ്യത കളഞ്ഞു കുളിച്ചു എന്നും പറഞ്ഞ് സങ്കടപ്പെടുകയാണ് കുറെ മുതിർന്ന നേതാക്കൾ. എന്താ സഖാവേ ഇത്? നമ്മുടെ പാർട്ടിക്ക് ചില തത്വാധിഷ്ഠിത നിലപാടുകളില്ലേ? അല്ലാതെ ജനവികാരം മാനിച്ച് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? അതിന്റെ ഫലം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ മുതൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പാർട്ടിയുടെ ഇന്നത്തെ ക്ഷീണം മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ഈ സങ്കടം CPIയുടെ ഓഫീസിൽ ഇരുന്ന് ഇങ്ങനെ ഒച്ചത്തിൽ പറയാന്നല്ലാതെ മുന്നണി യോഗത്തിൽ പോയിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ, അത് ചില്ലറയല്ല. ആശങ്ക തീർത്തു കൊടുക്കണം എന്നുള്ളത് CPIയുടെ നിർബന്ധമായ ഒരു ആവശ്യം. പാർട്ടി ഇതിനെ എതിർത്തത് സഹാവിന് വേണ്ടി മാത്രമാണ്. സംസ്ഥാന എക്സിക്യൂട്ടീവ് 2 തവണ ഒരു കാര്യം ചർച്ച ചെയ്ത് ഒരു നിലപാടെടുത്തിട്ട് ആ നിലപാട് അടിയറ വെക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ സങ്കടമല്ല. സാധാരണ CPIയെ AKG സെൻറ്ററിൽ വിളിച്ചു വരുത്തിയാണ് അപമാനിക്കാറുള്ളത്. ഈ പ്രാവശ്യം MN സ്മാരകത്തിൽ തന്നെ പോയി CPI അപമാനിച്ച സംഭവമാണ് ഈ ബ്രൂവറി വിഷയത്തിലുണ്ടായത്. വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്. കിഫ്ബി യൂസർ ഫീലും സ്വകാര്യ സർവകലാശാല വിഷയത്തിലും ആദ്യം അടിയറവ് വെച്ചു. ഇത് അടിയറവ് വെക്കലിന്റെ 3ാമത്തെ വേർഷനാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാമോ കഞ്ഞിയും പയറും ഞങ്ങൾക്ക്. സങ്കടവും അമർഷമൊക്കെ ആയിട്ട് നേതാക്കളുടെ മനസ്സിലും ഓഫീസിലും ഇങ്ങനെ പുകയാന്നല്ലാതെ പൊട്ടിത്തെറിക്കാൻ പറ്റൂലല്ലോ. ഇടതുമുന്നണിയുടെ യോഗം ചേർന്നപ്പോൾ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്ന പോലെയാണ് ഈ 2 കക്ഷികൾ നിലപാട് സ്വീകരിച്ചത്. അമർഷങ്ങളും എതിരഭിപ്രായങ്ങളും ഒക്കെ ഒരു പേപ്പറിൽ എഴുതി ആരും കേൾക്കാതെ വായിക്കുക, ആരും കേൾക്കാതെ മുദ്രാവാക്യം വിളിക്കുക. തൽക്കാലം അതിനെ നിവർത്തിയുള്ളൂ. അപ്പോൾ വ്യവസായത്തിന് വേണ്ടി AI ഈ കാലത്ത് CPI എന്തൊക്കെ വിട്ടുവീഴ്ചക്ക് തയ്യാറാകും, ഇനി വിട്ടുവീഴ്ചക്ക് തയ്യാറാകാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നണിയിലെ വല്യേട്ടന്മാർ മുൻകൈയെടുത്ത് തയ്യാറെടുപ്പിക്കുക എന്നൊക്കെ കാത്തിരുന്ന് കാണാം.